ഇപ്പോൾ ഊബറിൻ്റെ കാലഘട്ടമാണ്. ഇപ്പോൾ ആളുകൾ ആരും സ്വന്തം വണ്ടി യൂസ് ചെയ്യുന്നില്ല. എല്ലാവരും ഊബറിലാണ് ട്രാവൽ ചെയ്യുന്നത്. ബൈക്ക് വരെ ഊബറിലായി. കൊച്ചിയിലൊക്കെ അത് ഇംപ്ലിമെൻ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ അതിനെതിരെ ഒരുപാട് പേര് തടഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലർ പറഞ്ഞു ഗവൺമെൻറ് ബാൻ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു, ഞാൻ തോന്നിയൊരു ഇതുണ്ടല്ലോ, ഈ ഊബർ കമ്പനിയൊക്കെ ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഒരുപാട് ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ മാത്രം 10,000 ഇപ്പോൾ ഊബർ ഓടുന്നുണ്ടാവും. തൃശ്ശൂർ ഓടുന്നുണ്ട് 1000-ൻ്റെ അധികം. അപ്പോൾ 1000 ഊബേഴ്സ്, ഒരു ഊബർ ഒരു ദിവസം എത്ര ട്രിപ്പ് എടുക്കുന്നുണ്ടാവും? ഒരു ഊബർ ഒരു 2000 രൂപയിലും ഒരു ഓട്ടോ ഓടുണ്ടാവില്ലേ, 2000-3000 രൂപയിൽ. അങ്ങനെ എത്ര കണക്കിന്. കൊച്ചിയിൽ പറഞ്ഞില്ല 10,000 ഊബറാ, ഇവിടെ 1000. അങ്ങനെ മുംബൈയിലും ഡൽഹിയിലും കൊച്ചിയിലും മറ്റേ എല്ലാ ഒരുവിധം സ്റ്റേറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര രൂപയുടെ ടാക്സ് ഇവർ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരു കമ്പനീനെ അവർ പെട്ടെന്ന് ബാൻ ചെയ്യും. നമ്മളെപ്പോഴും പ്രാക്ടിക്കലായി ചിന്തിക്കണം. ഇത് കോർപ്പറേറ്റ് വേൾഡാണ്. നമുക്ക് അറിയാം, ഇത് കോർപ്പറേറ്റാണ് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്. എല്ലാ ബിസിനസ്സും മാറി. ഇനി ഇതിനെതിരെ സമരം ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ അതിനുമായി പൊരുത്തപ്പെട്ട് പോവുക. അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോവുക. അത് മാത്രമേ ഇതിനൊക്കെയുള്ളൊരു സൊല്യൂഷൻ ഉള്ളൂ.